നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നാൽ നമ്മൾ ഇന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിമാർ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ അമ്മയൊക്കെ അമ്മയുടെ പ്രായമുള്ള ആൾക്കാരൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി. ഇപ്പോൾ ഒരു ചവറ് വെച്ചിരുന്ന സ്ഥലത്ത് സഹോദരിമാർ കുപ്പി എടുക്കുന്ന സമയത്ത് എന്തോ ഒരാൾ അകത്തേക്ക് മൂർക്ക് അവർക്ക് എന്തെങ്കിലും പാമ്പുകളെ കുറിച്ച് നന്നായിട്ട് അറിയാം. കാരണം ഇവിടെ ഒരുപാട് അതിഥികളെ നമ്മൾ പിടിച്ചിട്ടുള്ള സ്ഥലമാണ്. ഇതിൻ്റെ 4 ചുറ്റും കാടേറി കിടക്കുന്ന, അപ്പോൾ ഇതിന് ഈ കോമ്പൗണ്ടിൻ്റെ അടുത്ത പറമ്പുകളെല്ലാം കാടേറി കിടക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വരാം, സ്വാഭാവികമാണ്, ഇതൊരു അത്ഭുതമൊന്നുമല്ല. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണ്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ പതുക്കെ മാറ്റി നോക്കി. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ, നേരത്തെ നമുക്കൊരു വിശ്വാസമാണ്. പക്ഷേ ഇവിടെയൊക്കെ മാളം, ഈ മണ്ണ് കിടക്കുന്നതിൻ്റെ അകത്തൊക്കെ മാളമുണ്ട്. ഈ മാളത്തിനകത്തുള്ള ഇറങ്ങി ഇൻ്റർലോക്കിനടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പണിയാണ്. അപ്പോൾ സമയം കളയുന്നില്ല. നമ്മളെന്തായാലും ഇത് ലോഡ് ചെയ്യാൻ പോകണം നിങ്ങൾ. അപ്പോൾ ലോഡ് ചെയ്യണേ വന്നോളൂ. 1-2 പേര് വന്നാൽ മതി. ഈ എടുക്കുന്ന ഇപ്പോൾ നിങ്ങൾക്ക് കയറ്റാം. എന്തിനാ മാറ്റി വെച്ച് പൊട്ടിക്കണ്ടല്ലോ. ലോഡ് ചെയ്യാൻ ഒരാളാരാ അകത്ത്? ലോറിയിലാരാ? ഓ, പുള്ളിയാണോ? ഓക്കെ, കയറിക്കോളാം. അപ്പോൾ അതൊക്കെ വെച്ചേക്കാൻ അടിക്കോളാം. അല്ല, ഞാൻ തരാം, നിങ്ങൾ എടുക്കണ്ട. ഇതെല്ലാം ഇങ്ങനെയല്ലേ കൊണ്ടുപോകണം. ഈ കുപ്പിയെല്ലാം അങ്ങ് വെക്കുകയല്ലേ അല്ലേ? ഇത് ഇതേപടി തന്നെയാണോ വയ്ക്കുന്നത്? ഓക്കെ, ഇതൊന്നും വേണ്ട, ഇതൊക്കെ വേറെ അല്ലേ? അതൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് കുപ്പി എടുത്തോ. ഇത് വേണോ? അത് കുപ്പിയല്ല, ഇതോ അതല്ല. അതൊക്കെ കൈമുറിയാണ്. ഇതല്ല, ഇതൊന്നല്ല. വേണോ? പതുക്കെ കൈ മുറിയാൻ നോക്കിക്കോളാം കേട്ടോ. പതുക്കെ കൈ മുറിയാൻ നോക്കണം. സത്യം പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ ഒരു സാധനം എടുക്കാൻ വരുമ്പോൾ നമ്മൾ പലരും ഇവിടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കണം. ഈ ചപ്പും ചവറും കുപ്പിയും ഇതിലൊക്കെ എല്ലാം നല്ല ബ്ലേഡ് കണക്കില്ല. അതുകൊണ്ട് കൈയൊക്കെ മുറിഞ്ഞ് കഴിഞ്ഞാൽ അവർ മാത്രമേ കാണുള്ളൂ അനുഭവിക്കാനായിട്ട്. നമ്മൾ 10, 50, 100 രൂപ കൊടുക്കുമ്പോൾ നമ്മൾ ഭയങ്കര കരച്ചിലാണ് ഇവർക്കൊക്കെ. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഇത് കുപ്പിയാണ്. ഇവർ ഇതിനകത്ത് ഉറപ്പായിട്ട് കണ്ടു എന്ന് പറയുന്നു. ആ ചേട്ടന്മാർ 2 താഴെ നിന്ന് അവരും കണ്ടു എന്ന് പറയുന്നുണ്ട്. ഉണ്ടോ? കണ്ടോ? വെള്ളം വയ്ക്കില്ലേ. അവിടെ എടുക്കല്ലേ. ചേച്ചി ഇപ്പുറം വാ. ഈ ട്യൂബ് അങ്ങ് മാറ്റിക്കേ. ആ ട്യൂബ് അങ്ങ് മാറ്റിക്കേ. പതുക്കെ ബഹളം ഉണ്ടാക്കാൻ മാറ്റി. ചേച്ചി ഈ ട്യൂബ് അങ്ങ് വാങ്ങിച്ചേ, പൊട്ടിപ്പോവാതെ. ഇതാ ഇത് തരാം. ഇത് ഇവിടുന്ന് വാങ്ങിച്ചോളൂ. ഇതങ്ങ് വാങ്ങിച്ചോളൂ. ഇതാ പതുക്കെ അവിടെ കാര്യം നോക്കി. വെള്ളം വയ്ക്കല്ലേ. ഇതാ നിങ്ങൾ വെള്ളം വയ്ക്കില്ല. ഇങ്ങ് വാങ്ങിക്കോ. ഇത് വാങ്ങിച്ചോ. പോയിട്ട് വാങ്ങിച്ചോ. ആ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ അല്ലേ? വേറെ ആരും കണ്ടില്ല. എൻ്റെ ചേച്ചി, ഞാനേ കണ്ടു. ഇത് നിങ്ങൾ വാങ്ങിച്ചോ. അങ്ങ് പോയാ ഇനി വന്നേ കണ്ടത് ഉറപ്പായല്ലേ? അവന് നമുക്ക് ധൈര്യമായിട്ട്
ഇതാ ഞാൻ കണ്ട് തല. അപ്പുറത്ത് നിന്ന സഹോദരന്മാർ ഇതാ പോണപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ തല കണ്ടു. തിരിച്ചതിന് വീണ്ടും അകത്തോട്ട് കയറി. അകത്തോട്ട് കയറിയപ്പോൾ ആ ചേച്ചി അകത്തോട്ട് ഇരുന്നപ്പോൾ തിരിച്ചത് വീണ്ടും പിന്നെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. പക്ഷേ മൂർഖൻ തന്നെ കണ്ടു. എന്തായാലും നമുക്ക് പോട്ടില്ല എന്ന് ഉറപ്പായി. ഇനി ഇതിനകത്ത് മാളം ഉണ്ടോയെന്നറിയില്ല. ഇത് പ്ലാസ്റ്റിക് ആണോ? അല്ല അല്ലേ, അല്ല കണ്ണാടിയാണോ? ശരി. ഓക്കെ വന്നോ? വല്ല ആവശ്യമുണ്ട് തല അവിടെയാണല്ലേ? വല്ല ആവശ്യമുണ്ടോ തല അവിടെ ഇടണ്ട? ഇത് കുപ്പിച്ചില്ലാണോ? ഇത് കുപ്പിയാണോ? അവിടെ വന്നോ? അല്ല നിങ്ങൾ ബഹളം വയ്ക്കല്ലേ. അത് നമുക്ക് നോക്കാം. ഇതാ ഇത് മാറ്റിക്കോണം ചേച്ചി. ഇനി ഇപ്പുറത്ത് പോയാൽ പിന്നെ പണിയാണ്. എവിടെ നമുക്കിത് വിശാലമായിട്ട് കാണണമെങ്കിൽ നമുക്കിത് എടുത്ത് അതാ ചേച്ചി എടുത്തുന്നോ? ചേച്ചി ഇഷ്ടപ്പെട്ടല്ല? ഇതാ പിടിക്ക്. ഇതാ അവിടെ വന്നോ? ആ ചേച്ചി കൊണ്ട് ഇട്ടതായിട്ട് തന്നെ കുപ്പിച്ചില് കാലിക്കൊള്ളാന്ന് ഇവിടെ ഉണ്ടോ? ആ അത് കുഴപ്പമില്ല. ലതയെ പിടിക്കാനാ? കൊച്ചു കള്ളി ആള് കൊള്ളാല്ല. ലതയെടുത്ത് വൈരാഗ്യം ഉണ്ടല്ലേ? ഇപ്പാണ് മനസ്സിലായത്. ലതയ്ക്ക് കിട്ടട്ടെന്ന്. ഈ പെണ്ണും പിള്ളേക്കാരൻ ഒരു രക്ഷയില്ലല്ലോ. ഞാൻ അവിടെ പോയപ്പോൾ അവിടെ കാണാനില്ല. എൻ്റെ അടുത്ത് വന്നു. ഒരു ചേച്ചി ഒന്നും ലത കയറിപ്പിടി. നമുക്ക് വേറെ ചാക്കുണ്ടാ? ഇത്രയും കുപ്പി അങ്ങ് മാറ്റാമോ? ഓക്കെ ഇവിടെ അടിപൊളി അത്ര വലുതൊന്നുമല്ല. കുറച്ച് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്ന വെച്ച് നോക്കുമ്പോൾ അത്ര വലുതൊന്നുമല്ല. പോണേ അടിപൊളി. പാവപ്പെട്ട ചേച്ചിമാർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഓരോ ചാക്ക് എടുക്കുമ്പോഴും എപ്പോഴും സൂക്ഷിക്കണം ഞാൻ എപ്പോഴും പറയാറുണ്ട്. പിന്നെ ഇപ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഇണചേരുന്ന സമയമല്ല കഴിഞ്ഞു, മുട്ട വിരിയുന്ന സമയം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരുപാട് സഹോദരിമാർ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഇത് ആദ്യമായിട്ടല്ല നമ്മുടെ മോർക്കാതിലെ പിടികൂടുന്നത്. ഒരുപാടായി, ഒത്തിരി എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ സീസണിൽ നമ്മൾ 2 എണ്ണം മുട്ടയിടാറായ 2 പേര് ഒരുമിച്ച് പിടികൂടി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ പിന്നെ താഴെ പ്ലാന്റ് ചെയ്ത് പിടികൂടി. അപ്പോൾ ഇതൊരു ഇവിടെ ഒരു അത്ഭുതമല്ല. പക്ഷേ ഇത് നല്ല ആരോഗ്യം വരാൻ കാരണം എന്താണെന്ന് അറിയില്ല. നമുക്ക് നല്ല ഫുഡ് കിട്ടുന്നു. അതായത് നല്ല എലി ധാരാളമുണ്ട്. അപ്പോൾ എലിയെ പിടിക്കാനായിട്ട് വന്നതായിരിക്കും ഇദ്ദേഹം ഇവിടെ. അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരോട് പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ വീട്ടിനകത്ത് എന്നും ചെറുതാണെങ്കിൽ പോലും എല്ലാ ദിവസവും നിങ്ങൾ ഇരിക്കുന്ന സാധനങ്ങൾ കസേര മേശയൊക്കെ നീക്കി നോക്കണം. അതുമാത്രമല്ല അലമാരയൊക്കെ ഉണ്ടെങ്കിൽ അത് നീക്കി നോക്കണം. ഒരിക്കലും ഒരിടത്ത് കുഴപ്പമില്ല, ഇന്നലെ നോക്കിയതല്ലേ അല്ല ഇന്നലെ കൊണ്ട് വെച്ചതല്ലേ എന്നൊന്നും വിചാരിക്കരുത്. എന്നും കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ എല്ലാ സാധനങ്ങളും വീടിനകത്ത് എല്ലാ സാധനങ്ങളും മാറ്റി നോക്കണം. അത് നിർബന്ധമാക്കണം. അതുപോലെ കൊച്ചുകുട്ടികളെ താഴെ ഒറ്റയ്ക്ക് കളിക്കാൻ അനുവദിക്കരുത്. ഇതെല്ലാം അപകടം വിലയ്ക്ക് വാങ്ങലാണ്. കൊച്ചു തറയിൽ കിടന്ന് കിഴഞ്ഞ് കളിക്കുന്ന കൊച്ചു മക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എല്ലാ ദിവസവും എപ്പോഴും അത് നോക്കി തന്നെ മുന്നോട്ട് പോകണം. പെണ്ണാണ്, നല്ല സൈസിൽ. ഈ വർഷവും കഴിഞ്ഞ വർഷമൊന്നും ഇണചേർന്ന അതിഥിയല്ല. കണ്ടത് പെണ്ണെന്ന് പറയാൻ കാരണം അവൻ്റെ ചുണ്ട് നമുക്ക് കണ്ടാൽ അറിയാം. പിന്നെ വാലിൻ്റെ അഗ്രം ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ ആണും പെണ്ണുമൊക്കെ പറയുന്നത്. ഇത് നല്ല ആരോഗ്യമുള്ളൊരു ഫീമെയിൽ പെണ്ണതിഥിയാണ്. ഈ വർഷം മുട്ടയുള്ള അടുത്ത സീസണിൽ ഒരു 28-30 മുട്ടകൾ ഇടാൻ സാധ്യതയുള്ള കപ്പാസിറ്റിയുള്ളൊരു പെണ്ണതിഥിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തിന്
ചാക്കിലാക്കുന്നു. അറിയാലോ, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഭയമല്ല വേണ്ടത്, മുൻകരുതലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചൂട് സമയത്ത് വീടിൻ്റെ പരിസരത്ത് വെള്ളം കുടിക്കാൻ പാത്രത്തിൽ വെക്കരുത്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കിടക്കുമ്പോൾ ഒരു കാരണം കട്ടിൽ ചുവരോട്ട് ചേർത്ത് കിടക്കരുത്, താഴെ പാവിരിച്ച് കിടക്കരുത്. ഇപ്പോൾ മരണപ്പെട്ട കൊച്ചുമക്കളൊക്കെ താഴെ പാവിരിച്ച് കിടന്നുകൊണ്ടും ബെഡ്ഷീറ്റ് ഇട്ട് കിടന്നുകൊണ്ടും മെത്ത വിരിച്ച് കിടന്നുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇപ്പോൾ മരണപ്പെട്ടതല്ല. പിന്നെ വാർത്തകളിൽ ചുമ്മാ ഇല്ലാത്ത കഥകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഭയമല്ല വേണ്ടത്, മുൻകരുതലാണ് വേണ്ടത്. ഒരു കാരണവശാലും പാമ്പ് കടിയേറ്റൽ താലൂക്ക് ഹോസ്പിറ്റലിൽ പോകാതിരിക്കുക. എത്രയും പെട്ടെന്ന് ആൻറ്റീവനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റൽ. ഒരിക്കലും നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൊബൈലിൽ കരുതി വെക്കേണ്ടത് ആംബുലൻസിൻ്റെ നമ്പരല്ല എന്ന് അടിവരയിട്ട് പറയുന്നു. ആദ്യം നിങ്ങൾ കരുതി വെക്കേണ്ടത് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള ആൻറ്റിവനം ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റലുകളുടെ പേര് നിങ്ങൾ മൊബൈലിൽ സേവ് വയ്ക്കണം. അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ പാർട്ടി ഓഫീസിലും പാർട്ടി ഓഫീസിൻ്റെ പുറത്തുമൊക്കെ ആ ഹോസ്പിറ്റലിൻ്റെ പേരുകൾ എഴുതി വെക്കുക. അതോടൊപ്പം തന്നെ ബസ് സ്റ്റോപ്പുകളിൽ നിർബന്ധമായിട്ട് ബസ് സ്റ്റോപ്പുകളിൽ ആൻറ്റിവനം ചെയ്യാൻ കഴിവുള്ള ആൻറ്റിവനമുള്ള ഹോസ്പിറ്റലിൻ്റെ പേര് എഴുതി വെക്കുക. ഇതൊക്കെ റെസിഡൻസ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ആൻറ്റിവനം കിട്ടുന്ന ഹോസ്പിറ്റലിൻ്റെ പേര് എഴുതി പ്രദർശിപ്പിക്കണം. എന്നാൽ നമ്മൾ സമയം കളയുന്നില്ല. നമ്മളെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ചാക്കിലാക്കുകയാണ്. അതിലൊരു ഇതുണ്ടല്ലോ, ഇപ്പോൾ ഞാനൊക്കെ ഒരു പാമ്പിനെ പിടികൂടാൻ പോയി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഓരോ പാമ്പുകളുടെയും മോഷൻ, ഇത് ഈ കോബ്ര മൂർഖൻ പാമ്പിൻ്റെ മോഷനാണ്. അപ്പോൾ ചേരയാണെങ്കിൽ കുറച്ചുകൂടി യെല്ലോയിഷ് ഉണ്ടാവും. ഇപ്പോൾ ഞാനൊക്കെ സാറിന് പാമ്പിനെ പിടിക്കാൻ പോകുന്ന ഇതൊരു പാമ്പിൻ്റെ മോശം, പാമ്പ് ഇന്നതാണെന്ന് പറയാനുള്ളൊരു കാരണം ഇതുണ്ടല്ലോ. ഇതിപ്പോൾ ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇത് സ്മെല്ല് ചെയ്യും. ഈ സ്മെല്ല് ചെയ്യുമ്പോൾ നമുക്കൊരു അസുഖമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ ചേരയുടെ അണലിയുടെ മൂർഖൻ്റെ ഇതിൻ്റെ സ്മെല്ല് ചെയ്യും. അപ്പോൾ നമുക്കറിയാം, ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ പാമ്പിന് നമുക്ക് കിട്ടിയില്ല. പാമ്പിന് കിട്ടിയാൽ അത് ഇന്ന പാമ്പാണെന്ന് പറയാൻ നമ്മൾ ഒരു പാമ്പ് പിടുത്തക്കാരൻ അത് അറിഞ്ഞിരിക്കണം. എല്ലാ പാമ്പ് പിടുത്തക്കാരും അത് അറിഞ്ഞിരിക്കും. ഇപ്പോൾ എൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, എല്ലാ പാമ്പ് പിടുത്തക്കാരും അത് അറിഞ്ഞിരിക്കും. കാരണം ഒരു വീട്ടിൽ പാമ്പിനെ കൊണ്ട് പേടിച്ച് ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മുഴുവൻ ആൾക്കാർ പേടിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുകയാണ്. അപ്പോൾ അവർക്ക് നമ്മളെപ്പോലുള്ളൊരു ആശ്രയമാണ്. നമ്മളെപ്പോലുള്ള ഞാനല്ല, എല്ലാ പാമ്പ് പിടുത്തക്കാരും അതിൻ്റേതായ കഴിവുള്ളവരാണ്. അവരെല്ലാവരും ഈ ജനങ്ങളുടെ ജനങ്ങൾ എന്താ പറയുക, ഭയന്നിരിക്കുമ്പോൾ എന്താ പറയുക, അവർക്കൊരു ചെറിയ ആശ്രയമാണ് നമ്മൾ. അപ്പോൾ നമ്മൾ വേണ്ട പരമാവധി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടുവെക്കുക. അത് മരപ്പെട്ടി, പഴവുണ്ണിയുടെ മോഷൻ, ഇതൊക്കെ ഒന്ന് അറിഞ്ഞു. പല വീട്ടിലും പഴവുണ്ണിയുടെ മോശം കണ്ടിട്ട് പാമ്പിൻ്റെ ആണെന്ന് പറഞ്ഞ് പലരും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പേടിച്ചിട്ട് പല ആൾക്കാരെ വിളിച്ചിട്ട് പിന്നെ മോശമായി കഴിഞ്ഞാൽ പേടിക്കേണ്ടത് മരപ്പെട്ടിയുടെ ആണ്, അല്ലെങ്കിൽ ഇത് എന്താ പറയുക അണ്ണാൻ്റെ ആണ്, അല്ലെങ്കിൽ ഇത് പെരിച്ചാഴിയുടെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ മേഖലയിൽ നിന്നിട്ട് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്കുള്ളൂ. അപ്പോൾ എന്തായാലും സന്തോഷം. നമ്മൾ സമയം കളയുന്നില്ല. ഇനി ഒരുപാട് കോളുകൾ വെയിറ്റിംഗ്. ചൂട് കൂടുമ്പോഴും മഴ കൂടുമ്പോഴേക്കും എനിക്ക് കോളിന് ക്ഷാമമൊന്നും ഉണ്ടായില്ല. ഡെയിലി 15-16 എനിക്ക് വയ്യായെങ്കിലും ഇഷ്ടംപോലെ കോളുണ്ട്. എത്താൻ പറ്റാത്തൊരുപാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് നമ്മുടെ ആർട്ടിക്കിൾ നമ്മളെന്താ പറയുക, വേസ്റ്റ് സൂക്ഷിക്കുന്നൊന്നും പറയുന്നില്ല. നമ്മളെപ്പോലുള്ളൊരു വലിച്ചെറിയുന്ന സാധനങ്ങളെ സേവ് ചെയ്ത് കൊണ്ടുപോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ പണിയുന്ന സ്ഥലത്ത് ഇന്ന് പിടികൂടിയ പെൺമൂർഖൻ, ഏകദേശം 6 വയസ്സോളം പറയാനുള്ള പെൺമൂർഖൻ, അതിന് പേടിക്കേണ്ടല്ലോ. ഇവിടെ മുട്ടയിടുകയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊന്നും വേണ്ട, ഭയം വേണ്ടതില്ല. അപ്പോൾ ഇനി നിർബന്ധമായിട്ട് നിങ്ങൾ പറയാനുള്ളത്, ഈ നിർബന്ധമായിട്ട് നിങ്ങളെല്ലാവരും ഹൂക്ക് ഉപയോഗിക്കണം. ഒരിക്കലും നമ്മൾ പരീക്ഷിക്കരുത്. കാരണം എപ്പോഴാണ് നമ്മൾ അറിയാതെ കൈ കൊണ്ട് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ചാക്കിൻ്റെ ഓട്ടയ്ക്കകത്ത് കയറി നമ്മൾ അറിയില്ല. അപ്പോൾ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് കടി കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപകടം ഉണ്ടാകും. നമ്മുടെ മുൻ അധികാരികൾ പറഞ്ഞ പോലെ ഭയമല്ല വേണ്ടത്, മുൻകരുതലാണ് വേണ്ടതെന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. പാമ്പ് കടിയേറ്റ് ഒരു കാരണവശാലും സ്വയം ചികിത്സ പാടില്ല. ഒരു കാരണവശാലും ബ്ലേഡോ കത്തി ഉപയോഗിച്ച് മുറിവുണ്ടാക്കരുത്. കയറോ റോപ്പ് ഉപയോഗിച്ച് കെട്ടരുത്. ആർക്കും കടി കിട്ടാതിരിക്കട്ടെ, കയറോ റോപ്പ് ഉപയോഗിച്ച് കെട്ടരുത്. നിങ്ങളുടെ മറ്റൊരാളുടെ വായി വെച്ച് ആ കടിയേറ്റ വായിൽ നിന്ന് വെനം വലിച്ചെടുക്കാൻ ശ്രമിക്കരുത്. ഇതെല്ലാം അപകടം വിലയ്ക്ക് വാങ്ങലാവും. നടക്കാനോ കിടക്കാനോ സമ്മതിക്കരുത്. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഓടരുത്. ഇതൊക്കെ നിങ്ങൾ പാനിക്കാവരുത്. ഏറ്റവും നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചേരയുടെ കടിയിട്ട് നമ്മൾ പേടിച്ചു പോയാൽ നമ്മൾ മരണപ്പെടും. നമ്മൾ ഒറ്റയ്ക്കുള്ളൂ. നമ്മൾ ആ വിജനമായ സ്ഥലമാണ്. നമ്മൾ തളർന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഭയപ്പെടാതിരിക്കുക, പാനിക്കാവാതിരിക്കുക. പാമ്പ് കടിച്ചതിന് അത്രേ ഉള്ളൂ. രാജവമ്പാൽ അടിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കും ചേരയാണ് പോകാൻ പറ എന്ന് പറഞ്ഞുള്ള ധൈര്യം ഇരുന്ന് നിങ്ങൾക്ക് 90% നിങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ പരമാവധി നമ്മുടെ പ്രോഗ്രാം കാണുന്നവരൊന്ന് ഓർക്കണം. പാമ്പ് കടിക്കുമ്പോൾ പാനിക്കാവരുത്. അതുപോലെ കൊച്ചു മക്കൾക്ക് കടി കിട്ടിയാൽ നിങ്ങൾ ഒരിക്കലും മക്കളെ എടുത്തും കൊണ്ട് നിങ്ങൾ ഓടരുത്. അതുപോലെ നിങ്ങൾ മക്കളെ തോളിലിട്ടുകൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ ഓടി റോഡിലേക്ക് വാഹനം കിട്ടുന്ന സ്ഥലത്തേക്ക് വരരുത്. ഇതെല്ലാം അപകടമാണ്. ഒരു കാരണവശാലും 2 വീലർ പോലുള്ള വാഹനം മക്കളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കരുത്. ഒരിക്കലും മറ്റ് വാഹനങ്ങൾ കാത്ത് നിൽക്കാതിരിക്കുക. എത്രയും പെട്ടെന്ന് ഓട്ടോ, ജീപ്പെങ്കിൽ ജീപ്പ്, കാറെങ്കിൽ കാർ, കിട്ടുന്ന വാഹനത്തിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് തിരുവനന്തപുരത്ത് ഏറ്റവും അനിവാര്യമെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു ഹോസ്പിറ്റലാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിൽ മാത്രം എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ പേര് പറയലല്ല നമ്മുടെ ഇതിൽ കൂടി നമ്മൾ ചെയ്യേണ്ടത്. ഏറ്റവും പെട്ടെന്ന് അനിവാര്യമായ നമുക്ക് ആൻറ്റിവനം ലഭിക്കാൻ പറ്റും. ആൻറ്റിവനം മാത്രം പോലെ നമുക്ക് വെന്റിലേറ്റർ വേണ്ടി വരും, ചിലപ്പോൾ ഡയാലിസിസ് വേണ്ടി. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലായി തിരഞ്ഞെടുത്തിരിക്കുന്ന ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ എത്തിക്കുക. നമുക്ക് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്,
പാമ്പ് കടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും കടിച്ച പാമ്പിനെ തേടി നടക്കരുത്. ഇതെല്ലാം ശുദ്ധ മണ്ടത്തരങ്ങളാണ്. കടിച്ച പാമ്പിനെ കൊണ്ടുവന്നിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഇന്ത്യയിൽ ഒറ്റ മരുന്നേ ഉള്ളൂ, പോളിവാലൻ്റ് ആൻറ്റിവെനം എന്നറിയപ്പെടുന്ന മരുന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കെട്ടുക, ആ ഒരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. പല സ്ഥലത്തും വീണ്ടും തെറ്റായ പ്രചരണങ്ങൾ നടക്കുകയാണ്. കെട്ടരുതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ശുദ്ധ മണ്ടത്തരം. അത് അറിവില്ലായ്മയാണ്, വിവരമില്ലായ്മയാണെന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ കെട്ടുമ്പോൾ തന്നെ ആ കടിയേറ്റ ആളിന് ഒരു ധൈര്യമുണ്ടോ, എനിക്കിനൊന്നും സംഭവിക്കില്ല എന്നൊരു ധൈര്യം അദ്ദേഹത്തിന് വരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മെൻ്റലി ആ ഒരു വരുന്ന ഒരു തളർച്ച അദ്ദേഹത്തിന് നമുക്ക് ഊർജ്ജത്തിലേക്ക് കൊണ്ടുവരും. അപ്പോൾ കെട്ടുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ് പറഞ്ഞാൽ ഇത്രയും വീതിയുള്ള തുണി ഉപയോഗിച്ച് എവിടെയാണോ കടിയേറ്റത് അവിടെ നിന്ന് ഒരു ഉദ്ദേശം എത്തി ഒരു അകലത്തിലേക്ക് വീതിക്ക് തന്നെ ചുറ്റിക്കെട്ടുക. ടൈറ്റ് ആക്കരുത്. രക്തോട്ടം കുറയത്തക്ക രീതി കെട്ടുക. വീണ്ടും ഓരോ കഷ്ണം തുണിയിലേക്ക് ഒരു കെട്ടിൻ്റെ കുറച്ച് ഉയരത്തിലേക്ക് കെട്ടുക. കടിയേറ്റത് കയ്യിലാണെങ്കിൽ ഒരിക്കലും ഉയർത്തി വെക്കരുത്, താഴോട്ട് തൂക്കിയിടുക. ഇങ്ങനെ വെച്ച് അദ്ദേഹത്തിനെ എടുത്ത് ഇരുത്തി, ഒരു കാരണവശാലും നിങ്ങൾ കയ്യിലൊന്നും പിടിച്ചെടുക്കുക, ഒരു കസേരയിൽ ഇരുത്തി അദ്ദേഹത്തിനെ വാഹനത്തിലെത്തിക്കുക. അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. അതുപോലെ കൊണ്ടുപോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് മൂർഖൻ പാമ്പിൻ്റെ കടിയാണ് ഏറ്റാൽ ഒരു പ്രത്യേകതയുണ്ട്, ശ്വാസം മുട്ടൽ അനുഭവപ്പെടും. ചിലപ്പോൾ അതിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാരണവശാലും അദ്ദേഹത്തിന് മലർന്ന് കിടക്കാനോ കമിഴ്ന്ന് കിടക്കാനോ ഇടതുവശത്തോട്ട് ചരിഞ്ഞ് കിടക്കാനോ അനുവദിക്കരുത്. വലത്ത് സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുക. വലത് സൈഡിലാകുമ്പോൾ ഇടത് സൈഡിലാകുമ്പോൾ നമുക്ക് ഹാർട്ടിന് പ്രഷർ കൂടും. ഹാർട്ടിനെ പ്രഷർ ചെയ്യുന്ന സാധനമാണ് മൂർഖൻ പാമ്പിൻ്റെ വെനം. അപ്പോൾ വീണ്ടും നമ്മൾ ചരിഞ്ഞ് കിടക്കുമ്പോൾ അവിടെ വീണ്ടും പ്രഷർ കൂടും, അറ്റാക്ക് വരും, മരണപ്പെടും. നമുക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ കിട്ടും. വലത്തോട്ട് ചരിഞ്ഞാൽ ആ കഫം പുറത്തേക്ക് പോവുകയും അത് തുടച്ച് മാറ്റി നമുക്ക് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് കുറച്ചുകൂടി ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സമയം കിട്ടും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഒരു കാരണവശാലും വൈദ്യന്മാരുടെ ചികിത്സാ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുക. എത്രയും പെട്ടെന്ന് ആൻറ്റിവെനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക. എന്നാലും വളരെ സന്തോഷം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ. അറിയാം, എനിക്ക് ഇവരുടെ കഷ്ടപ്പാടിലൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ച് കൊറോണ വന്നപ്പോഴൊക്കെ ഇവരുടെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ്. എന്തായാലും ഈ ഇത്രയും ആൾക്കാരുടെ മരണം ഒക്കെ ഇങ്ങനെ മുന്നിലുണ്ടെങ്കിലും നമ്മുടെ ആശാവർക്കർമാർ, ഹരിതകർമ്മസേന അറിയാമല്ലോ, ഇവരില്ലെങ്കിൽ നമ്മുടെ നാടില്ല. ഇവരുണ്ടെങ്കിൽ നമ്മുടെ നാടുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് നല്ല രീതിയിൽ കൊണ്ടുവന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ആറ്റിങ്ങൽ നമ്മുടെ നഗരസഭയ്ക്ക് അവർ മാത്രം നമ്മളെ വിളിച്ച അധികാരികൾ എല്ലാവരും ഇതിനെ സംരക്ഷിക്കണം. പാമ്പ് കടിയായിട്ട് മരണപ്പെടുന്നതിനൊക്കെ വേണമെങ്കിൽ അവർക്ക് തല്ലിക്കൊള്ളാം. ഇത്രയും പേരുണ്ട് ഇവിടെ, ആർക്കും വേണമെങ്കിലും തല്ലിക്കൊള്ളാം. പക്ഷേ അവരതിനൊന്നും ഇതിന് മുന്നേയൊക്കെ നമ്മളെ വിളിച്ച് സേവ് ചെയ്യിപ്പിച്ച എല്ലാ ജീവികളും ഭൂമിയിൽ അനിവാര്യമാണെന്നുള്ള ചിന്തയോടെ ഇവിടെ നായ്ക്കൾ ഒരുപാട് ഡോഗുകളുണ്ട്, വേസ്റ്റിൽ നിന്ന് കുറേ ഡോഗുകളുണ്ട്. അതിനെയൊക്കെ സംരക്ഷിക്കുന്ന ഇവർക്ക് പ്രത്യേകിച്ച് വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ നമ്മുടെ ആറ്റിങ്ങൽ നഗരസഭയ്ക്കകത്ത് 6 വയസ്സുള്ള പ്രായമുള്ള പെൺമൂർഖനതിരെ പിടികൂടിയ വിശേഷം നമ്മൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി. നമസ്തേ.